നമ്മുടെ ഈ തലമുറയ്ക്ക് നിരന്തരം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മുതൽ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നാം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ഒരു സന്ദർഭമല്ല. ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു സംഭവമില്ല. ഇതൊക്കെ ഇതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമുക്കതിന് വിശ്വാസമില്ല. മോട്ടിവേഷൻ ഒരാളുടെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. പുറത്തുനിന്ന് അകത്തേക്ക് കിട്ടുന്നതല്ല. ഇനി ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ഉത്തരങ്ങൾ എൻ്റെ ഉത്തരങ്ങളാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരങ്ങളായി മാറുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങളല്ലേ വേണ്ടത്. ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതമാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതമല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് പ്രാക്ടിക്കലാവുക? കുറച്ചൊക്കെ ആയി എന്ന് വരും, അത്രയേ ഉള്ളൂ. അതല്ല മോട്ടിവേഷണൽ എന്താണ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. പിന്നെ അനുഭവങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട്, മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ അവരുടെ മോന് കഴിഞ്ഞ 2 വർഷം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരമൊക്കെ കണ്ട് അവനെ ഇഷ്ടപ്പെടുന്ന ടീം ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൊരു പൂളുണ്ട്. ആ പൂളിൽ കുളിക്കാൻ പോയത് അവിടെ കുട്ടി മുങ്ങി മരിച്ചു. ആ വാർത്തയാണ് ആ വാപ്പയും മുമ്പേ അറിയുന്നത്. ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവരെങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. അവരാ ഒരു മോന്റെ നഷ്ടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് നമ്മൾ ശരിക്കും കണ്ടത്. അവർ രണ്ടാളും കൂടി മോനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മോനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അവർക്കൊരു വലിയ ഹീലിംഗ് ആയി മാറി, ഒരു ആശ്വാസമായി മാറി. ആ പുസ്തകം അത്രയേറെ ആളുകൾ വായിക്കുകയും അവന്റെ ഓർമ്മ അവർ നിലനിർത്തുകയൊക്കെ ചെയ്തു. ഞാൻ ആലോചിക്കുന്നു, കുട്ടി മരിച്ച ഒരാൾ ഇവരുടെ അടുത്ത് ചെന്ന് പറയും, അവരുടെ വിഷമം പറയുമ്പോൾ അവർക്ക് ഈ വാപ്പക്കുമ്പൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, അല്ലേ? ഇല്ലേ? പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ശരിയായ മോട്ടിവേഷൻ. അല്ല മൈക്ക് പിടിച്ചിട്ട് ഒരാൾ ചെയ്യുന്ന പരിപാടിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അതിജീവിച്ചൊരു കാര്യം ഇപ്പൊ അതേപോലെ അനുഭവമുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, നമ്മൾ എങ്ങനെയാണ് അതിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷൻ. എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചതാണ്. എനിക്ക് അധികം പ്രായമില്ലാത്ത സമയത്ത് രണ്ടാളും മരിച്ച്, എൻ്റെ ഇക്കാക്കയും മരിച്ചതാണ്. ആ നഷ്ടങ്ങൾ ഇപ്പോഴുള്ളൊരു മനുഷ്യനോട് എനിക്ക് സംസാരിക്കാൻ കഴിയും. നമ്മളെങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചത്, അതിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് എൻ്റെ സ്വന്തം സ്റ്റോറിയുണ്ട്. അതൊരു നല്ല മോട്ടിവേഷനാണ്. അല്ല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചത് പറഞ്ഞു കൊടുക്കൽ ഒരു മോട്ടിവേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ സേതു ചോദിച്ച പോലെ അതെന്തിനാണ് മനുഷ്യന് പുറത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ അതെന്താ പലപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ. ഇപ്പം നമ്മളോട് ചില ആളുകൾ പറയാറുണ്ട്, സങ്കടം വരുമ്പോൾ പ്രസംഗം കേൾക്കും എന്ന് പറയും. അങ്ങനെ പറയും, സങ്കടം വരുമ്പോൾ കേൾക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കാറുണ്ട്, സന്തോഷം വരുമ്പോൾ വരുന്ന കേൾക്കാത്തത്. സന്തോഷം വരുമ്പോൾ നമ്മളൊന്നും വേണ്ടേ, നമ്മളത് കേൾക്കണ്ടേ. പിന്നെ അതിന് ഉത്തരം കിട്ടി, സന്തോഷം വരുമ്പോൾ ഒരു കാര്യം വേണ്ട, അവർക്ക് ജീവിതമുണ്ട്. സങ്കടം വരുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. തളരുമ്പോൾ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. മൂഡ് ലോ ആകുമ്പോൾ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെ വേറൊരാളുടെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽപ്പെട്ടതാണ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഒന്ന് പറയാം. ഒരു ചോദ്യം. നമ്മൾ പലരെയും സ്നേഹിക്കണെ കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കളെ അങ്ങനെ പലരെയും സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആരെയാണ് വെറുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ ആരെയാണ് വെറുക്കേണ്ടത്, വെറുക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞു. നല്ല ചോദ്യമല്ലേ? നമ്മളിതുവരെ കേൾക്കാത്തൊരു ചോദ്യമാണ്, ആദ്യമായിട്ട് കേൾക്കും. വെറുക്കുകയല്ല, ചിലത് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്.
ഐഫോണിന്റെ ചാർജർ ആൻഡ്രോയിഡിന് ഉപയോഗിക്കാൻ പറ്റുമോ? ആൻഡ്രോയിഡിന്റെ ചാർജർ മോശമായതുകൊണ്ടാണോ? ഐഫോൺ കുറച്ചുകൂടെ നല്ലതായതുകൊണ്ടാണോ? അല്ല, പറ്റൂല. അത് കോമ്പാറ്റിബിൾ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അതിന് കോമ്പാറ്റിബിൾ അല്ല. ഒന്ന് നല്ലത് ഒന്ന് മോശമായതുകൊണ്ടല്ല. ഇതേപോലെ നമുക്ക് ചില മനുഷ്യന്മാരുണ്ട്. ചില ആളുകളെ നമുക്ക് പറ്റൂല, അവർക്ക് നമ്മളെ പറ്റൂല. അവര് മോശമായതുകൊണ്ട് നമ്മൾ നല്ല ആളായതുകൊണ്ടല്ല, അവർക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ, നമുക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ. ഇതേപോലെ അകറ്റി നിർത്തേണ്ട ചില മനുഷ്യന്മാരുണ്ട്. ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കോട്സ് വായിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഗൂഗിളിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹസ്രത്ത് അലി കോട്സ് എന്ന് പറയും. ഭയങ്കര കവിതയുള്ള വാക്കുകൾ. കവിയായിരുന്നല്ലോ, പോയിട്ടായിരുന്നു, നല്ല പ്രഭാഷകനും. അദ്ദേഹത്തിന്റെ ഇതൊക്കെയല്ല, അവരുടെ കോട്സ് പുസ്തകത്തിന്റെ അടുത്ത് പുസ്തകമുണ്ട്, വലിയൊരു പുസ്തകമുണ്ട്. ഇത് നിറയെ പറയുന്നൊരു പുസ്തകമാണ്. അതിൻ്റെ അടുത്ത് കോട്സ്. അപ്പൊ അവര് പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ചില മനുഷ്യർ ഭക്ഷണം പോലെയാണ്, ഒന്നും മതിയാവില്ല. രാവിലെ കഴിച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും വിശക്കും, ഉച്ചക്ക് കഴിച്ചാൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിശക്കില്ലേ? ഇതേപോലെ ചില മനുഷ്യന്മാരുണ്ട്, നമുക്ക് മതിയാവില്ല. ചില ആളുകൾ രോഗം പോലെയാണ്, നമുക്ക് വേണ്ടേ വേണ്ട. ചില ആളുകൾ മരുന്ന് പോലെ, ചിലപ്പോൾ നമുക്ക് വേണ്ടി. എപ്പോഴും വേണോ? എപ്പോഴും വാരി നിന്നുകൊണ്ടിരിക്കില്ലല്ലോ. ചില സമയത്ത് അദ്ദേഹം പറഞ്ഞ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇതേപോലെ മനുഷ്യരുണ്ട് ഇങ്ങനെയല്ല. അപ്പൊ വെറുക്കുക എന്നുള്ളതല്ല, അകറ്റി നിർത്തേണ്ട കാര്യമാണ്. ഇപ്പോ തിന്മ ചെയ്യുന്ന മനുഷ്യനെ പോലും വെറുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളുടെ അവിടെ അടുപ്പുള്ള ഒരു മനുഷ്യൻ എന്തായാലും വെറുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ സ്നേഹിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും, കാത്തിരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും, എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്നതിനെ കുറിച്ച് ആലോചിച്ചു. നാട്ടുകാർ മുഴുവൻ നമ്മളെ തള്ളിപ്പറയുന്നു, നമുക്ക് ആരുമില്ല. നമ്മളെവിടെയെങ്കിലും ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കണെ കുറിച്ച് ആലോചിച്ചു. അന്ന് ഒരാൾ മാത്രം വിളിക്കുക, എവിടെയും പോകരുത്, എൻ്റെ അടുത്തേക്ക് വരണം. നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്ക് നിങ്ങളെ വേണം. ആ മനുഷ്യനാണ് നമ്മളെ മനുഷ്യൻ. ചില തെറ്റ് ചെയ്ത് വലിയ ക്രൈമൊക്കെ ചെയ്ത ആൾക്കാരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ പത്രക്കാർ ചെല്ലുമ്പോൾ അവരെന്താ പറയാ, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന്. കേട്ടില്ലേ? ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു മോനില്ല എന്ന്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുണ്ടെന്ന് പറയണ്ടേ. അതിനാണ് അച്ഛനും അമ്മയും. അവൻ്റെ അടുത്തൊരു അബദ്ധം വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവനെ വേണം, അവൻ തിരിച്ചു വരും എന്ന് പറയാനാണ് അച്ഛനും അമ്മയും. അല്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നത് ഇവരും ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എന്താണ് വില? അപ്പോ തെറ്റ് ചെയ്തൊരു മനുഷ്യനെ പോലും നമ്മളെ സ്വന്തം ആളാണോ, അയാളെ കൂടെ നിൽക്കണം, അയാളെ ന്യായീകരിക്കാൻ പോകാന്നുള്ളതല്ല, അയാളെ കൈവിടരുത്. വെറുക്കേണ്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ അസത്യവും തിന്മയുമാണ്. നമ്മളെ അറിവാണ്. വെറുക്കേണ്ടത് അസത്യങ്ങളെ, രണ്ടാമത് തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണം, അതിനോട് പോരാടുകയും വേണം. അകന്ന് നിന്നാൽ മാത്രം പോരാ, ഞാനൊരു തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ചെയ്യണം. അപ്പോഴാണ് ഒരു പോരാളിയായി മാറുന്നത്. ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലത്തെ സഹാബികളെ കുറിച്ച് ആലോചിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ ചെയ്തത്. അവർ പോരാളികളായി മാറുന്നുണ്ട്. അറിവ് അവരെ പോരാളികളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പം തിന്മയിൽ നിന്ന് അകലുകയും അതിനെ വെറുക്കുകയും അതിനെതിരെ പോരാടുകയും. വെറുക്കേണ്ടത് അസത്യങ്ങളെയും തിന്മകളെയാണ്, ബാക്കി എല്ലാത്തിനെയും വെറുക്കേണ്ട കാര്യമില്ല. അകറ്റി നിർത്തേണ്ട സാധനങ്ങളുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കോമ്പാറ്റിബിൾ അല്ലാത്ത ആളെ നമ്മളെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കോമ്പാറ്റിബിലിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അത് മാറുന്നാൽ മതി. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ഓടടിച്ച് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എന്തിനാണ് അയാളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വെറുതെ കച്ചറ ഉണ്ടാക്കണം? ഒന്ന് സൈഡ് കൊടുത്താൽ പോരെ, പോയിക്കോളൂ. ഈ സൈഡ് കൊടുക്കലുണ്ടല്ലോ, ഇത് റോട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്.
സൈഡ് കൊടുത്താൽ മതി. തിരിച്ച് അതേപോലെ വെക്കണം കൂടി എന്തിനാണ്? സൈഡ് കൊടുത്താൽ മതി. വഴക്കിടാനൊന്നും നിൽക്കണ്ട, ഒരു സൈഡ് കൊടുത്താൽ മതി. നിർത്തല്ല. പണ്ട് നമ്മുടെ ഈ നമ്മുടെ സന്യാസിമാരൊക്കെ ജീവിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിൽ. അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ വായിലൂടെ ഇങ്ങനെ കഴിക്കുന്നത് മാത്രമല്ല അന്നം ഒരാളിങ്ങനെ വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല, അയാൾ കണ്ണിലൂടെ കാണുന്നത് അന്നമാണ്, അയാൾ കാതിലൂടെ കേൾക്കുന്നത് അന്നമാണ്, അയാൾ കൈകൊണ്ട് തൊട്ട് അറിയുന്നത് അന്നമാണ്. അന്നം. ഒരു കുട്ടി നിരന്തരമായി കാണുന്നത് ആ കുട്ടിയുടെ അന്നമായി മാറും. ഒരു കുട്ടി നിരന്തരമായി കേൾക്കുന്നത് ആ കുട്ടിയുടെ അന്നമായി മാറും. ഇംഗ്ലീഷ് ഇവര് പറയും മിറർ ന്യൂറോൺസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗൂഗിളൊന്നും ചെയ്ത് നോക്കുക, മിറർ ന്യൂറോൺസ്. അതെന്താണെന്നറിയോ? ഒരാള് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി സ്വന്തമായിട്ട് ഗോളടിക്കുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുമോ അത്രയും സന്തോഷം മെസ്സി ഗോളടിക്കുന്നത് കാണുമ്പോഴുണ്ടാവും. നെയ്മർ ഗോളടിക്കുന്നത് കാണുമ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും. ഇതാണ് മിറർ ന്യൂറോൺസ്. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴും ഉണ്ടാവും. അതാണ് മിറർ ന്യൂറോൺസ്. അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ശ്രദ്ധിക്കണം? ഒരു അതിഥി വന്ന് ബെല്ലടിക്കുന്നു, നമ്മൾ എന്തെങ്കിലും വാക്ക് പറയുക, ആ വാക്ക് ഈ കുട്ടികളിൽ മിറർ ന്യൂറോൺസ് ആയി മാറും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ദേശത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ ഉള്ളിൽ മിറർ ന്യൂറോൺസ് ആയി മാറും. പ്രത്യേകിച്ച് അതിഥി വന്ന് ബെല്ലടിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഫീലിംഗ് അല്ലേ? മിക്കവാറും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, വാതിൽ തുറന്നതിന് ശേഷം ചിലപ്പോൾ ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടും. ഇപ്പൊ ഇസ്ലാമിൽ ഹബീബായ റസൂൽ പറഞ്ഞ എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയെ ആദരിക്കണം, സ്നേഹിക്കണം എന്നല്ല, അയാളെ ബഹുമാനിക്കണം എന്നാണ്. ആരാണ് അതിഥി? അവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പറയില്ലേ, ഒന്ന് വിളിച്ചിട്ട് വന്നതായിരുന്നോ? വിളിച്ചിട്ട് വരുന്ന ആളാണ് ആര്? നമുക്ക് വിളിച്ചിട്ട് വരുന്ന ആളാണ് ആര്? അതിഥി അല്ല. വിളിച്ചിട്ട് വരുന്ന ആള് തിഥി മാത്രം, വിളിക്കാതെ വരുന്ന ആളാണ് അതിഥി. റസൂൽ എന്താ പറഞ്ഞ? അതിഥിയെ ആദരിക്കണം. കാരണം അയാൾക്ക് ആദരവ് കിട്ടാൻ സാധ്യത കുറവാണ്. പെട്ടെന്ന് കയറി വന്ന ഒരാള്, പറയാതെ മുന്നറിയിപ്പില്ലാതെ കയറി വന്ന ഒരാള്, അയാൾക്ക് ആദരവ് കുറവാണ്. റസൂൽ എന്താ പറഞ്ഞത്? അതിഥിയെ ആദരിക്കണം. അതിഥി ഇംഗ്ലീഷാണ് കേട്ടോ, സോറി സംസ്കൃതമാണ് കേട്ടോ. ഒരു പക്ഷെ അതിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് ആലോചിച്ചു നോക്കും. തിഥി മാത്രമാണ് പറഞ്ഞിട്ട് വരുന്ന ആള് തിഥി, പറയാതെ വരുന്ന ആള് ആ തിഥി. തിഥി അല്ലാത്ത ആളാണ് ആര്? അതിഥി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു അതിഥി വന്ന് ബെല്ലടിക്കുമ്പോ നമ്മൾ പറയുന്ന ഒരു വാക്ക് നമ്മുടെ ആ 3 വയസ്സോ 4 വയസ്സോ 10 വയസ്സോ ഉള്ള ആൾക്ക് എന്തായി? മിറർ ന്യൂറോൺസ് അവിടെ കിടക്കും. മെസ്സി ഗോളടിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം പോലെ തന്നെയാണ് ഉമ്മത് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന അയാളുടെ ഫീലിങ്സും. അതാണ് മിറർ ന്യൂറോൺസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പറയുന്ന വാക്കുകൾ ഒക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കാണുന്നുണ്ട് എന്നുള്ളതും കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതും CCTV കാണുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഭീകരമാണ്. കുട്ടികൾ കാണുന്നുണ്ട്, ഇങ്ങനെ പതിയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചോ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ലെമൺ സ്പൂൺ എന്നൊരു ഗെയിമില്ല, കുട്ടികൾക്ക് സ്പൂൺ ഇങ്ങനെ കടിച്ചു പിടിക്കും, അതിലെന്ത് വേണം? ലെമൺ വേണം, അല്ലെങ്കിൽ സോറി എന്താ പറയുക, നാരങ്ങ വേണം. എന്നിട്ട് ഒരു ദൂരം അവിടെ വരെ ഓടണം. അവിടെ വരെ ഓടിയാൽ പോരാ, ഓടി എത്തിയാൽ പോരാ, ചുണ്ടിൽ പിന്നെ ഈ സ്പൂൺ ഉണ്ടായാൽ പോരാ. സ്പൂണിൽ എന്ത് വേണം? സ്പൂണിൽ നാരങ്ങ വേണം. ഓടിയാൽ പോരാ, എത്തിയാലും പോരാ. സ്പൂൺ ഉണ്ടായിട്ടും കാര്യമില്ല, നാരങ്ങ വേണം. ഓടിയാൽ പോരാ, എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല, എത്രമാത്രം പൈസ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടും കാര്യമില്ല. എത്തുന്നിടത്ത് വരെ ഇതൊക്കെ കൂടെ ഉണ്ടാകുന്നുള്ളത്, അതെപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നും ഗുഹയിൽ മറന്നു വെക്കാതെ, ഒന്നിനെയും പരിഗണിക്കാതെ പോകാതെ, ഒക്കെയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചു ഈ ഓട്ടം തുടരാൻ പഠിച്ചവർ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ക് യു സോ മച്ച്.